നിന്റെ ഉദ്ദേശം നല്ലതാണ് കുട്ടി. അതുകൊണ്ട് തന്നെ ഈശ്വരൻ നിന്നോടൊപ്പം ഉണ്ടാവും. ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാവും. അയ്യോ, വാതിൽ തുറക്ക്. വന്നോളൂ, പതുക്കെ. വരൂ. നോക്കി ഇല്ലേ? ഇതുവഴി. അവകാശികളല്ലാത്ത ആർക്കും ഇത് തിരിച്ചെടുക്കാനാവില്ല. സർപ്പം കാവലുണ്ട്. ഈ ചരട് കെട്ടിയിട്ടേ ഡയറിയും ഫോണും എടുക്കാൻ ശ്രമിക്കാവൂ. അല്ലെങ്കിൽ സർപ്പദംശനമേൽക്കും. ശരി തിരുമേനി. വരൂ. ഓക്കെ, പതുക്കെ. ഒന്നുള്ളൂ. ആ ശ്രേയയും ഹൈമാവതിയും ഡയറി തിരഞ്ഞു വരേണ്ട കാര്യം എന്താണ്? അതെനിക്കും അറിയില്ല. ഗൗരിയുടെ ഡയറി അവർ തിരഞ്ഞു വരണമെങ്കിൽ ഗൗരിയുടെ മരണത്തെക്കുറിച്ച് അവർക്കെന്തെങ്കിലും അറിവുണ്ടാവും. അല്ലാതെ ഒരിക്കലും അവർ അത് തേടി വരില്ല, അത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഗൗരിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത് അറിയണം. ഗൗരി ചേച്ചിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഗൗരി ചേച്ചിയെ കൊന്നതാരാണെന്നോ അതിനു പിന്നിൽ ആരൊക്കെയാണെന്നോ ഒന്നും അറിയില്ല. എനിക്കറിയണം ആരാ ഗൗരി ചേച്ചിയെ കൊന്നതെന്ന്. ആ കളങ്കം ഇപ്പൊ മഹിയേട്ടനില്ല. ആ മനുഷ്യൻ ഒരു ദിവസം പോലും ആ കളങ്കവുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനല്ല. ഗൗരി ചേച്ചിയെ ജീവന് തുല്യം സ്നേഹിച്ച ആളാണ് മഹിയേട്ടൻ. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരിക്കൽ പോലും ഗൗരി ചേച്ചിയെ വേദനിപ്പിക്കാത്ത ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള മഹിയേട്ടൻ ഗൗരി ചേച്ചി ഒന്ന് നോവിക്ക പോലും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. മഹിയേട്ടനിൽ ഇപ്പോഴുള്ള ആ കളങ്കം മായണം. അതിനുള്ള ഏക മാർഗമാണ് ആ ഡയറിയും ഫോണും. മനസ്സിലായി. ഈശ്വരന്റെ കൃപാകടാക്ഷം കൊണ്ട് അതിനുള്ള എന്തെങ്കിലും തെളിവുകൾ ആ ഫോണിലോ ഡയറിയിലോ ഉണ്ടാവും. ഉണ്ടാകണേന്നാ എന്റെ പ്രാർത്ഥന. ഗംഗ ആ ഡയറി വായിക്കുകയോ ഫോൺ നോക്കുകയോ ചെയ്തിരുന്നു? ഡയറി കുറച്ച് വായിച്ചു, ഫോൺ നോക്കാൻ പറ്റിയില്ല. ഡയറി വായിച്ചതിൽ നിന്ന് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നു?
ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറച്ച് വായിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്തായാലും ഡയറിയും മൊബൈലും സർപ്പക്കാവിൽ സുരക്ഷിതമാണ്. സമയം കിട്ടുമ്പോ ആരും കാണാതെ അതെടുത്ത് വായിക്കണം. അല്ല, എന്തെങ്കിലും തെളിവുകൾ അതിൽ നിന്ന് കിട്ടിയാൽ അത് വിട്ടുകളയരുത്. ഉടൻ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം. ശരി തിരുമേനി. നടന്നോളൂ. ഗൗരി ഡയറി എഴുതിയിരുന്നുവെന്നും അവളത് സൂക്ഷിച്ചു വെച്ചിരുന്നുവെന്നും എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. ഗൗതമി ഇവിടെ വന്ന് ഗൗരിയുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോഴാണ് ഇങ്ങനെയൊരു സാധനം അതിലുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ഗംഗ എങ്ങനെ ഇതേക്കുറിച്ച് അറിഞ്ഞേ? അറിയില്ല. മഹേട്ടൻ പറഞ്ഞതായിരിക്കും. അതോ ഗൗരിയുടെ പ്രേതം പറഞ്ഞു കൊടുത്തായിരിക്കോ? മണ്ടത്തരം പറയാതമ്മേ. പ്രേതം പറയുന്നൊന്നും കേൾക്കാനോ പ്രേതത്തിന് കാണാനോ പറ്റില്ല. അതൊരു എനർജി മാത്രമാ. എന്ത് കുന്താണെങ്കിലും അടി കിട്ടുമ്പോ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. ആ ഡയറിയില് നമുക്ക് പ്രശ്നമാവുന്ന കാര്യങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മഹിക്കെതിരെ കേസ് കൊടുത്തപ്പോ അവരത് ഉപയോഗിക്കില്ലായിരുന്നോ? അതിനകത്ത് ഗൗരി എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നെന്ന് എനിക്കറിയില്ല. എന്നാലും അതിൽ തെളിവൊന്നുമില്ലെങ്കിൽ ഗംഗ ഇപ്പൊ പാതിരാത്രി അവരുടെ വീട്ടിൽ കയറി അതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാ. മഹേട്ടിനെതിരെ അവര് കേസ് കൊടുത്തപ്പോ ഡയറി വായിച്ചിട്ടില്ലായിരുന്നെങ്കിലോ? അതിന് സാധ്യതയുണ്ട്. സ്വന്തം മകൾ എഴുതിയതല്ലേ. ആദ്യ ഭാഗങ്ങൾ വായിച്ചപ്പോഴേ സങ്കടം വന്ന് അടച്ചു വെച്ചു പോയെങ്കിൽ അവരത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ അതിന് പ്രാധാന്യം കൊടുക്കില്ലല്ലോ. അതെ, എന്തായാലും ആ ഡയറിയും മൊബൈൽ ഫോണും ഗംഗയുടെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടണം. ആ സാധനങ്ങളൊന്നും ഇപ്പൊ ഈ വീട്ടില് എങ്ങുമില്ലെന്ന് ഉറപ്പാ ആന്റി. ആ ഗംഗ അത് എങ്ങോട്ടും എടുത്ത് മാറ്റി. അവളത് എവിടെയെങ്കിലും കൊണ്ട് ഒളിച്ചു വെച്ചതാണെങ്കിൽ സൂക്ഷിക്കണം. അവസരം കിട്ടുമ്പോ അതിലെ തെളിവുകൾ വെച്ച് അവൾ നമ്മളെ പൂട്ടും. അതിൽ അങ്ങനെ എന്തെങ്കിലും ഗൗരി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അകത്താവുന്നത് നാത്തൂനായിരിക്കും. അതെ, ഗംഗ അതൊരിക്കലും പോലീസിൽ ഏൽപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഇക്കാര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യണം. ഗംഗയെ ഇല്ലാതാക്കുന്നതാണ് എളുപ്പം. അങ്ങനെയാണെങ്കിൽ പിന്നെ അവള് തെളിവ് കൊടുക്കുന്നോ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നോ ഒന്നും ഭയക്കണ്ട. അത് നല്ലത്. ഒരു പഴുതുമില്ലാതെ ഗംഗയെ അവസാനിപ്പിക്കണം. അതിനുള്ള ഐഡിയൊക്കെ ഞാനുണ്ടാക്കാം. രാഹുൽ അതിനു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് സംഭവം നടത്തി തന്നാ മതി. അത് ഞാൻ ചെയ്യാം. ഇത് നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ലേ? നമ്മളല്ലാതെ ആരാ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? ഇപ്രാവശ്യം അവള് രക്ഷപ്പെടരുത്. പഴുതടച്ച പ്ലാൻ വേണം. നാളെ രാവിലെ വരെ എല്ലാരും ഒന്ന് ക്ഷമിക്കേ. ഞാനൊരു പ്ലാൻ റെഡിയാക്കി പറയാം. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. ഇപ്പൊ നീ മിടിക്കേട്ടോ. ഇനി നിനക്ക് എന്നാ ഇവിടെ വന്ന് നിക്കാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് കഴിക്കാലോ. വാ, ഇവിടെ വാ, കഴിക്കാം. വാ വാ, കഴിക്ക് കഴിക്ക് കഴിക്ക്. വാ, വന്ന് കഴിക്ക് 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 ഫ്രീക്ക്. മാളു, ഇതെന്താ മാളു, സ്കൂളിൽ പോണ്ടേ? പോ അച്ഛാ, ഞാൻ ഇത്തിരി നേരം കൂടെ ഫ്രീക്കിയുടെ കൂടെ കളിച്ചോട്ടെ. അതൊക്കെ നീ വന്നിട്ട് മതി. വേഗം പോയി വയറത്തുണ്ടോ. അത് ഗംഗ കൊണ്ടുവരും അച്ഛാ.
മോളെ ഫ്രീക്കി. ഫ്രീക്കിയുടെ കൂടെ കളിച്ചു കിടന്ന് പഠിത്തത്തിൽ ഉഴപ്പരുത് കേട്ടോ. എന്റെ മോള് മിടുക്കിയായിട്ട് പഠിച്ചോളും മഹേട്ടാ. പിന്നല്ലാതെ അങ്ങനെ പറഞ്ഞു കൊടുക്കേ. കുട്ടിപ്പിശാശന് ഇനി പട്ടിയെ വളർത്താത്ത കുഴപ്പമേ ഉള്ളൂ. അതിന് സപ്പോർട്ട് നിൽക്കാൻ ഒരു അച്ഛനും അമ്മയും. ഫ്രീക്കി. ആഹാ, ഇതൊക്കെ എവിടുന്ന് കിട്ടി? അതൊക്കെയുണ്ട്. മാളു വാ മോളെ, സമയം പോകുന്നു. ഇനി വൈകിട്ട് കളിക്കാം. ഫ്രീക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ. വരുന്നച്ചാ. ഞാൻ വരുന്നത് വരെ ഫ്രീക്ക് നന്നായിട്ട് നോക്കണം. ശരി, മാള് വരുന്നത് വരെ ഞാൻ ഫ്രീക്ക് പൊന്നുപോലെ നോക്കിക്കോളാം. പോരെ? മതി. ഗംഗ പറഞ്ഞ എനിക്ക് വിശ്വാസാ. ഭക്ഷണമൊക്കെ കൃത്യസമയത്തിന് തന്നെ കൊടുക്കണം. അതൊക്കെ ഗംഗ കൊടുത്തോളൂ. നീ വാ മോളെ. വരുന്നച്ചാ. പോയിട്ട് വരാം. ശരി. ബൈ. ഫ്രീക്കി. ഫ്രീക്ക് കേട്ടല്ലോ മാള് പറഞ്ഞത്. കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം കേട്ടോ. മാള് വരുമ്പോഴേക്കും റെഡി ആയിട്ടിരിക്കണം. എന്നിട്ട് കളിക്കാം. അവളുടെ ഒരു പട്ടിയും അതിനെ കൊണ്ട് നടന്നുള്ള ജാടയും സ്നേഹപ്രകടനവും എല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ. നിങ്ങളിങ്ങനെ അവസാനം ഉണ്ടാക്കണം, പരിഹാരം കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഗംഗയെ അവസാനിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതെ, ഇനി അവളെ ഇങ്ങനെ തുടരാൻ അനുവദിക്കരുത്. ഇനിയൊന്നും നോക്കണ്ട. ഇന്നലെ രാത്രിയിൽ നമ്മൾ തീരുമാനിച്ചത് നടപ്പിലാക്കാനുള്ള വഴി നോക്കാം. ആ പട്ടിയെ വെച്ച് തന്നെ അവളെ തീർക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അതെന്ത് പ്ലാൻ? അതൊക്കെ ഞാൻ പറയാം. ശ്രേയ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാവരോടും പറയണം. ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അതിലെല്ലാവർക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടായാ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരുത്താൻ പറ്റും. എല്ലാം സർപ്രൈസ് ആയിട്ട് വെച്ച് അവസാനം പ്ലാൻ കുളമായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. ഇതിലങ്ങനെ സർപ്രൈസ് ഒന്നുമില്ല. ഗംഗയെ ഞാൻ ഇവിടുന്ന് ഇറക്കിത്തരും. രാഹുൽ അവളെ കടൽക്കരയിൽ എവിടെയെങ്കിലും ഉള്ള മറ്റാർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് എത്തിക്കണം. കടൽക്കരയിൽ അവളെ എന്തിനാ കൊണ്ടുപോകുന്നേ? ബീച്ച് കാണിക്കാൻ. എന്റെ അമ്മയെ തിരക്ക് കൂട്ടില്ലേ, ഞാൻ പറഞ്ഞു വരുമല്ലേ. ശ്രേയ പറയട്ടെ ഹൈമോദി. ശരി, പറ. ഗംഗയെ അവിടെ എത്തിച്ച അവിടെ വെച്ച് രാത്രിയിൽ അവൾ അവസാനിപ്പിക്കണം. എന്നിട്ട് ആരും അറിയാതെ ആഴക്കടലിൽ കൊണ്ടുപോയി കളയണം. സംഭവം കൊള്ളാം. മറ്റെവിടെയെങ്കിലും വെച്ച് കൊന്നിട്ട് കടൽക്കര വരെ കൊണ്ടുപോകുന്ന റിസ്ക് ഒഴിവായി കിട്ടും. എന്നാലും സൂക്ഷിക്കേണ്ട കുറെ സംഗതികളുണ്ട്. കുറച്ചൊക്കെ റിസ്ക് എടുക്കാതെ ഒന്നും നേടാൻ പറ്റില്ല. ഗംഗയെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിലിനി താമസം വരുത്തണ്ട. ശ്രേയ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും, പക്ഷേ പണച്ചെലവുണ്ട്. അതെത്രയാണെങ്കിലും ഞാൻ തരാം. കാര്യം നടക്കണം. ആന്റി ഇത്രയും സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുമല്ലേ, പിന്നെ എന്ത് പേടിക്കാനാ? രാഹുൽ ഗംഗ അവിടെ എത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തോ. അവളെ ഇവിടുന്ന് പുറത്തിറക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി, അവൾ ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഞാൻ വേണ്ടത് ചെയ്തോളാം. അല്ല, മറ്റുള്ളവരെയൊക്കെ അറേഞ്ച് ചെയ്യാൻ നിനക്ക് സമയം വേണ്ട രാഹുലെ? അതൊക്കെ 1-2 ഫോൺ കോളിൽ ഞാൻ സെറ്റ് ചെയ്തോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എടാ മോനെ, ഗംഗയെ ഗൗരി സഹായിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഒരു രക്ഷ നിന്റെ കയ്യിൽ വേണം, അല്ലെങ്കിൽ അവൾ നിന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. ആന്റി പറഞ്ഞത് ശരിയാ, ഞാൻ അത്രയും ചിന്തിച്ചില്ല. ഗൗരി രക്ഷപ്പെട്ട സ്ഥിതിക്ക് അവള് ഗംഗയെ ഉറപ്പായിട്ട് സഹായിക്കും. അങ്ങനെ സംഭവിച്ച നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം വെറുതെ ആവും. ഗംഗയെ കൊണ്ടുപോകുന്ന സ്ഥലത്തിന്റെ വാതുക്കല് നാത്തും തരുന്ന രക്ഷ കിട്ടിയാൽ മതി. പിന്നെ ഗൗരി അതിനുള്ളിൽ പ്രവേശിക്കില്ല.
ദാ മോനെ, ഇത് കയ്യിൽ വെച്ചോ. സൂക്ഷിക്കണം, ഗൗരിക്ക് ശക്തി കൂടിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ സൂക്ഷിച്ചോളാമേ. ഇത്തവണ ഗംഗ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അധികം താമസിക്കാതെ തന്നെ ഗംഗയെ ഞാൻ ഇവിടെ ഇറക്കും. അധികം ദൂരെയില്ലാതെ രാഹുൽ ഉണ്ടാവണം. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞല്ലോ ശ്രേയ. അല്ല, മറക്കാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ശരി, ഓക്കെ, ഞാൻ ഇറങ്ങും. ആ ഗംഗ എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് വേണം അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഒച്ചുടാ. എന്തുപറ്റി ഫ്രീക്കി? ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്തുപറ്റി? ഫ്രീക്കി എന്തുപറ്റി? ഫ്രീക്കി, ഫ്രീക്കി എന്താ ഇവിടെ? എന്തിനാ ഇതിങ്ങനെ ബഹളം വെക്കുന്നത്? അറിയില്ല ആന്റി, ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നതാ. പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എന്ത് സംഭവിക്കാൻ? വല്ല പേയും ഇളകിയതായിരിക്കും. വഴി കിടന്നതിനേക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോ ഓർക്കണം. ഹൈമാവതി പറഞ്ഞത് ശരിയാ. കുട്ടികളുടെ എല്ലാ വാശിക്കും കൂട്ടു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ കരയും, അവർക്കറിവില്ല. അപ്പോ അറിവുള്ളവര് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാ? മാളുവിനെ മുഷിപ്പിച്ച വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. മാളു ഒരുപാട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ, അതും ഒരു ജീവൻ. അതുകൊണ്ടാ ഞാനും മഹേട്ടനും എതിർക്കാത്തത്. ശരി ശരി, എന്തായാലും ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യേ. എല്ലാവരും ലാളിച്ചതല്ലേ, പ്രത്യേകിച്ചും മാളു. അങ്ങനെയൊന്നും ആവില്ല, വാക്സിൻ എടുത്തതാ. അതുകൊണ്ടാ ധൈര്യമായിട്ട് മാളുവിന് കൊടുത്തത്. എന്നാ പിന്നെ എന്തെങ്കിലും രോഗമായിരിക്കും. അയ്യോ, വേഗം വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കും. ശരിയാ ഗംഗെ, ഒരു ജീവനല്ലേ, അത് വേദന കൊണ്ട് കരയുന്നത് എത്ര നേരം കണ്ടു നിൽക്കുന്നത്. പെയിനെ സംരക്ഷിക്കാൻ കൊണ്ടുവന്നിട്ട് അതിനെ കൂടുതൽ ഉപദ്രവിക്കാതെ. ആലോചിച്ച് നിൽക്കാതെ വേഗം പോകാൻ നോക്ക്. ശരി, ഇപ്പൊ തന്നെ പോവാം. ഞാൻ മഹേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഈ നിസാര കാര്യത്തിന് മഹി എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? നിനക്ക് തനിയെ അങ്ങ് പോയിക്കൂടെ? മഹേട്ടനെ വിളിച്ച് കൊണ്ടുപോകാൻ പറയാനല്ല, കാര്യം അറിയിക്കാനാ. എന്നിട്ട് ഞാൻ തന്നെ ഫ്രീക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. അയ്യോ, ഫോൺ താഴെയാണല്ലോ.
ഫ്രീക്കി ഞാനിപ്പോ വരാവേ. ഇവിടെ ഇതെങ്ങോട്ടേ സ്പീഡിൽ പോകുന്നേ? വാ നോക്കാം.